മുഴുവൻ വീണല്ലോ. ശരിക്കും ശവം തൂക്കി ആരാ? പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ ഫണ്ട്, ഇവിടുത്തെ അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ട്, തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട്, പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത കുട്ടികളുടെ പേരിൽ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിയ CPM ആണ് ശവം തൂക്കി. ശവന്തീനികളാണ്, ശവന്തീനികൾ, ശവം തൂക്കികളല്ല, ശവന്തീനികൾ, പാവപ്പെട്ട. എന്നിട്ട് ആ അമ്മയുടെ കരച്ചിൽ, അഭിമന്യുവിന്റെ അമ്മയുടെ കരച്ചിലല്ലേ മാർക്കറ്റ് ചെയ്ത് ഞാൻ പെറ്റ മകനെ എന്റെ റാസാവേ എന്ന് വിളിച്ച് ചങ്കു പൊട്ടിയുള്ള ഒരു അമ്മയുടെ കരച്ചിലുണ്ട് മകൻ കിടക്കുമ്പോ. ഞങ്ങൾക്കൊക്കെ വിഷമമല്ലോ. അത് വിറ്റ് അത് മാർക്കറ്റ് ചെയ്ത CPM ഇപ്പൊ അവനെ കൊന്ന SDPയുമായിട്ട് ചങ്ങാത്തമാണ്. മനസ്സിലായി? ആ അമ്മയുടെ കാൽക്ക് ഇവിടെ വന്ന് ജില്ലയിൽ വന്ന് ആ അമ്മയുടെ കാൽക്കൽ വീട് പിണറായി വിജയൻ മാപ്പ് ചോദിക്കും. എന്നിട്ട് പറയട്ടെ രാഷ്ട്രീയം അത് അയാളുടെ ശീലമാണ്, അദ്ദേഹത്തിന്റെ ശീലമാണ്, മുഖ്യമന്ത്രിയുടെ ശീലമാണ്. ഞാൻ പറഞ്ഞുതരാം. വാങ്ങി പുട്ടടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ശീലമാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് വരെ തട്ടിച്ച് ശീലാക്കുന്നതാണ്. പിന്നെ ചെയ്യാത്ത പ്രവർത്തിക്ക് ഫണ്ട് വാങ്ങിച്ചിട്ട് മകളുടെ അക്കൗണ്ടിലേക്ക് പിടിപ്പിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ ശീലം. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ഞാനതൊന്നും പറയാത്ത ആളാ. ചെയ്യാത്ത ജോലിക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിച്ച് കുത്തടിച്ചത് മുഖ്യമന്ത്രിയാണ്. മനസ്സിലായി? കുത്തടിച്ചത് മുഖ്യമന്ത്രിയാണ്. മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിച്ച് എന്നെ കൊണ്ട് പഴയ കഥയൊക്കെ എടുത്തും പറയിപ്പിക്കല്ലേ. SNC ലാവലിംഗ് കേസിന്റെ പൈസ വന്നത് എവിടെ പോയി? SNC ലാവലിംഗ് കൊടുത്ത കാശ് എവിടെ പോയി? എവിടെ പോയത്? എവിടേക്കാ അടിച്ചു മാറ്റിയത്? അത് പൊതുപ്രവർത്തകര് അത്തരം നടത്താൻ പാടില്ല എന്ന അഭിപ്രായം കേൾക്കും. അത് പറയാൻ പാടില്ല. പൊതുപ്രവർത്തകര് സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്താണ് വൈകാരികമായി സംസാരിക്കുന്നത്. ഈ തമാശ പറയുമ്പോഴും തമാശയ്ക്ക് പറ്റിയതാണ്. അത് ആരെങ്കിലും ദ്രോഹിക്കുന്നതോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ചെയ്യരുത്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ അതിനൊന്നും ന്യായീകരിക്കില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുള്ള ആളല്ല. CPMന്റെ പോലെ ഇതുപോലെ ഉരുളൊന്നും കളിക്കില്ല. കൃത്യമായ സ്റ്റാൻഡ്. ഇടുക്കി DCC പ്രസിഡന്റിന്റെ ആ സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ഇങ്ങനെ പറയാൻ പാടില്ല. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കണം. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. തെറ്റാണ്. അല്ലാതെ കിടക്കി അത് പാർട്ടി പരിശോധിച്ച് കിടക്കി.